പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഷീർ ദിന ക്വിസിനായിട്ടുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഉറപ്പായ ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വിസിൻ്റെ പാർട്ട് 1 വീഡിയോയും പാർട്ട് 2 വീഡിയോയും ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, 1943 പൂജപ്പുരയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന സമയത്ത് ബഷീർ എഴുതിയ നോവൽ ഏതാണ്? പ്രേമലേഖനം. 1944 ഈ ബഷീർ കൃതി നിരോധിക്കപ്പെടുകയും ഇതിന്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു. ഏതാണ് ആ കൃതി? ബഷീർ ജയിലിൽ നിന്ന് എഴുതിയെന്ന് പറഞ്ഞ പ്രേമലേഖനമാണ് നിരോധിക്കപ്പെടുകയും കണ്ടുകെട്ടപ്പെടുകയും ചെയ്തത്. ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴി മാറ്റിയത് ആരാണ്? മലയാളിയായ സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി. 1954 ഏപ്രിൽ 27 എഴുതി തീർത്തു. ശുദ്ധസുന്ദരമായ ഭ്രാന്തിന് ഘോരമായ ചികിത്സ നടക്കുന്നതിനിടയിൽ എഴുതി. തിരുത്തുകയോ പകർത്തി എഴുതി ഭംഗിയാക്കുകയോ ചെയ്യാതെ എഴുതിയ പടി തന്നെ പ്രസിദ്ധീകരിച്ചു. ഈ വിവരണം ബഷീറിന്റെ ഏത് കൃതിയെക്കുറിച്ചുള്ളതാണ്? പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ഒരു കഥയുടെ പേരാണ് ശശിനാസ്. എന്താണ് ആ വാക്കിനർത്ഥം? ഇപ്പോൾ വിടർന്ന പുഷ്പം. സ്ഥലത്തെ പ്രധാന ദിവ്യനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ബഷീറിന്റെ ഏത് കഥാപാത്രമാണ്? സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന പുസ്തകത്തിലെ കണ്ടം പറയൻ ആണത്. ബഷീർ തന്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ? ജന്മദിനം. പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം. ഇത് പിന്നീട് നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തു. ഒരു പട്ടത്തിന്റെ പേക്കിനാവ്. 1990 ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്തൊരു കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവം ഉണ്ടായി. ഒരു പുസ്തകമാണ് അതിന് ഇടയാക്കിയത്. ഏതാണ് ആ പുസ്തകം? AB രഘുനാഥന്റെ ഉപ്പുപ്പാന്റെ കുയ്യാനകൾ. ബാല്യകാല സഖി, എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടാർന്ന, പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? മൈ ഗ്രാൻഡ് ഡാഡ് ഹാഡ് എൻ എലഫന്റ്. ഇതൊരു നോവലയാണ്. ഈ 3 പുസ്തകങ്ങൾ ചേർന്നിട്ടുള്ള നോവല. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ 3 കൃതികൾ ഏതൊക്കെ? യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിത? അനശ്വര പ്രകാശം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം? എൻ്റെ ചരമക്കുറിപ്പ്. ബാല്യകാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തുവന്നത് ഏത് വർഷമാണ്? 1994 ഓഗസ്റ്റിൽ. തങ്കം എന്ന കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി പത്രത്തിലാണ്. അതിന്റെ പത്രാധിപർ ആരായിരുന്നു? പത്മനാഭ പൈ. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായ ബഷീർ എഴുതിയ കഥ? എൻ്റെ തങ്കം. ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി? മാന്ത്രിക പൂച്ച. തന്നെ അലട്ടിയിരുന്ന മാനസികാസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ 1954 ബഷീർ എഴുതിയ കൃതി? പാത്തുമ്മയുടെ ആട്. യൂസുഫ് സിദ്ദീഖ്, റഷീദ്, അസ്മ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലതാണ്? തേന്മാവ്. പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച പ്രസാധകർ ആരാണ്? DC ബുക്സ്. ബഷീറിന്റെ വിവാഹവേദിയിൽ വെച്ച് വിവാഹ മംഗളാശംസകൾ എന്ന കവിത എഴുതിപ്പാടിയ പ്രശസ്ത കവി? P. ഭാസ്കരൻ. 2008 ബഷീറിന്റെ പുസ്തകങ്ങൾ സ്വീഡിഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി കേരളത്തിലെത്തിയ വിദേശി ആര്? കാതറീന ട്രൈഡൻ.
ബാല്യകാല സഖിയിലെ മജീദിന്റെ കളിത്തോഴിയായ സുഹറ അന്തരിച്ചത് എവിടെ വെച്ചാണ്? കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം. ഏത് വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മശതാബ്ദി വർഷമായി ആചരിച്ചത്? 2008. 1954 മാനസികാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബഷീറിനെ 1 മാസത്തെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച ഭ്രാന്താശുപത്രി എവിടെയായിരുന്നു? വല്ലപ്പുഴ. ബഷീർ വല്ലപ്പുഴയിൽ ചികിത്സയിലിരിക്കെ പാത്തുമ്മയുടെ ആട് എന്ന കൃതി മുഴുവനായി കേട്ടെഴുതിയത് ആരാണ്? ഉത്തരം കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ബഷീർ ദിനം ക്വിസിനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ക്വിസ് സ്റ്റേഷൻ്റെ വക ഓൾ ദി ബെസ്റ്റ്.